ഉത്സവം KPCCയുടെ സംസ്കാര സാഹിതി 2026 ഉത്സവം എന്ന പരിപാടി. ഇവിടെ നിരവധിയായ പരിപാടികളുടെ ഒരു വലിയ ശൃംഖല തന്നെയുണ്ട്. പുസ്തകോത്സവം, നാടകോത്സവം, സെമിനാറുകൾ, സാഹിത്യ ചർച്ചകൾ, ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ, ഇതര കലാപരിപാടികൾ, ചിത്രകലാ ക്യാമ്പ്, ഫുഡ് കോർട്ട്, കലാനുഷ്ഠാനം തുടങ്ങി വിവിധങ്ങളായ പരിപാടികളുടെ 6 ദിവസം നീണ്ടുനിന്ന ഒരു വലിയ സാംസ്കാരിക മേളയുടെ സമാപന സമ്മേളനത്തിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. വേദിയിലെ വിശിഷ്ട സാന്നിധ്യങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്. ആദരണീയനായിട്ടുള്ള നമ്മുടെ ജനപ്രതിനിധി ശ്രീ CR മഹേഷ്, എൻ്റെ ഒരു സ്വന്തം സഹോദര തുല്യനായ സുഹൃത്താണ്. ഇവിടെ ശ്രീ NV പ്രദീപ് കുമാറുണ്ട്. ഒരുപാട് സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ശ്രീ ജോസ് തോമസ്, മലയാളത്തിൻ്റെ പ്രശസ്ത സംവിധായകൻ. ആലപ്പി അഷഫിക്കയുടെ സിനിമകളിലൊന്നും ഞാൻ അഭിനയിച്ചിട്ടില്ല, പക്ഷെ ഞാനുമായി നല്ല സൗഹൃദമുള്ള മനുഷ്യൻ ശ്രീ NV പ്രദീപ് കുമാർ, അതുപോലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ശ്രീ സലീം ഹസൻ ഉൾപ്പെടെ ഇവിടെ കേരള രാഷ്ട്രീയത്തിലെ ഒരു വലിയ വ്യക്തിത്വം ശ്രീ ജോസഫ് വാഴയ്ക്കൽ. ആദ്യം പറയേണ്ട പേരുകളിൽ ഒന്നാണത്. ഞാൻ ഒരു ഓർഡറിലൊന്നും അല്ല പറഞ്ഞത്, അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇനിയും നിരവധിയുണ്ട്. എല്ലാവരെയും ഈ കോൺഗ്രസിന്റെ വേദിയിൽ നമ്മൾ എല്ലാവരെയും പറയാൻ പോകുന്ന കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതൊന്നും നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ല, നമ്മുടെ പലപ്പോഴും ഈ സദസ്സിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഈ വേദിയിൽ ഉണ്ടാകുന്നൊരവസ്ഥ, അത് നേതാക്കളൊക്കെ അതൊന്ന് ശ്രദ്ധിക്കണം. അതിനൊക്കെ ചില പ്രോട്ടോക്കോളുകൾ നമുക്ക് ആവശ്യമുള്ളവർ മതി സ്റ്റേജിൽ. പക്ഷെ ഇവിടെ അല്ല, അത് നേരത്തെ പറഞ്ഞു, ഇവിടെ ഇപ്പം എല്ലാവരും ആവശ്യമുള്ളവരാണ്, അതുകൊണ്ട് ആരെയും ഒഴിവാക്കേണ്ടതില്ല. ചില വേദികൾ അങ്ങനെയല്ല. അതൊരു സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ്. മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വാതന്ത്ര്യം തന്നെയാണ്. ശ്രീ CR പറഞ്ഞല്ലോ, ആവിഷ്കാര സ്വാതന്ത്ര്യം, കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് ഏറ്റവും വലിയൊരു വിഷയമാണ്. ഇതൊരു രാഷ്ട്രീയം സംസാരിക്കാനുള്ളൊരു വേദിയല്ല എന്ന് ആമുഖമായിട്ട് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞാൻ രാഷ്ട്രീയം ഒന്നും കൂടെ പറയുന്നില്ല. അതിനല്ല വന്നത് ഞാൻ. ഇതൊരു രാഷ്ട്രീയ വേദിയാണെങ്കിൽ ഞാൻ വരികയില്ല. ഇതൊരു സംസ്കാര വേദിയാണ്. സംസ്കാര സാഹിതിയുടെ, നാടക പ്രവർത്തകരുടെ, കലാപ്രവർത്തകരുടെ, ഷോർട്ട് ഫിലിം പ്രവർത്തകരുടെ, സിനിമ, അങ്ങനെ വിവിധ മേഖലകളിലുള്ള കലാപ്രവർത്തകരുടെ ഒരു സംഗമ വേദി. അത് KPCC സാംസ്കാരിക സാഹിതിയുടെ പേരിൽ ഒരുക്കുന്നു. അങ്ങനെ ഒരു സംസ്കാരത്തിൻ്റെ ഒരു സാംസ്കാരിക വേദിയിൽ സാന്നിധ്യമാകാനാണ് ഞാൻ ഇവിടെ എത്തിയത്. ഞാൻ പറഞ്ഞല്ലോ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്, സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. സ്വാതന്ത്ര്യമാണ് ഏറ്റവും പ്രധാനം. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അതിരുകളില്ലാത്ത ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അത് എഴുത്തുകാരനും കലാകാരനും നാടകക്കാരനും സിനിമാക്കാരനും മാത്രമല്ല. അവന്റെ ആവിഷ്കാരങ്ങളുടെ കാര്യത്തിൽ, അവന്റെ കലാസൃഷ്ടികളിൽ, സാഹിത്യ സൃഷ്ടികളുടെ ആവിഷ്കാരത്തിൽ മാത്രമല്ല, അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഏറ്റവും പ്രധാനമാണ്. ഒരു വ്യക്തിക്ക് അവന് പറയാനുള്ള അഭിപ്രായങ്ങൾ അതൊരു രാഷ്ട്രീയത്തിൻ്റെയോ ജാതിയുടെയോ മതത്തിൻ്റെയോ ഒരു ചട്ടക്കൂടുകളിലും ഒതുങ്ങാതെ നിർഭയമായി സ്വതന്ത്രമായി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം, അത് ഏറ്റവും പ്രധാനമാണ്. ഇവിടെ ഞാൻ ഈ കോൺഗ്രസ് വേദികളെ കുറിച്ചൊരു അത് പറഞ്ഞു ഒന്നുമില്ല, ഭംഗിത്രയോട് ഞാൻ പറഞ്ഞതാണ്. നെഹ്റുവിൻ്റെ ആശയങ്ങൾ പിന്തുടരുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. നെഹ്റു പുതിയ തലമുറയൊക്കെ അദ്ദേഹത്തെ എത്രമാത്രം അറിഞ്ഞിട്ടുണ്ട് എന്ന് സംശയമുണ്ട്. നമ്മുടെ രാഷ്ട്രശില്പി എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കും അദ്ദേഹത്തെ. പക്ഷെ ഇത്രയും ദീർഘവീക്ഷണമുള്ള ഒരു ലോക നേതാവ് നമുക്ക് അങ്ങനെ അധികമൊന്നും ചൂണ്ടിക്കാണിക്കാനില്ല. നെഹ്റുവിൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത്, ഗാന്ധിജി അത് മറ്റൊരു മഹാമേരു. നെഹ്റു ഈ ലോകത്തെ അറിഞ്ഞ, ഇന്ത്യയെ അറിഞ്ഞ, ഇന്ത്യയുടെ എല്ലാ വൈവിധ്യങ്ങളും, എല്ലാ നാനാത്വങ്ങളും, എല്ലാ വൈരുദ്ധ്യങ്ങളും എല്ലാം അറിഞ്ഞ ഒരു അതാണ് ലീഡർ.
അതാണ് ഒരു നേതാവ്, ഒരു രാഷ്ട്ര നേതാവ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു വീക്ഷണം, അത് മതേതര സങ്കല്പത്തെക്കുറിച്ചാകട്ടെ, ജനാധിപത്യത്തെക്കുറിച്ചാകട്ടെ, സോഷ്യലിസത്തെക്കുറിച്ചാകട്ടെ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ അതുതന്നെയാണ് ഇന്നും രാഷ്ട്രശില്പി നെഹ്റുവിന്റെ വീക്ഷണങ്ങൾ തന്നെയാണ് ഇന്ത്യയെ ഇന്നും മുന്നോട്ട് നയിക്കുന്ന ഒരു ഊർജ്ജ സ്രോതസ് എന്ന് ഞാൻ പറയും.